ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് മോർണിംഗ് ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ടെൻ ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സെവൻ ഓഫ് കപ്സ്, സെവൻ ഓഫ് സോട്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾ, എയ്റ്റ് ഓഫ് കപ്സ്, Seven of Wands, Eight of Wands, Ace of Cups reversed ആണ്. Nine of Cups അവസാനമായിട്ട് ഒരു കാർഡ് കൂടി എടുക്കാം. Ace of Wands. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഫോർ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു സെലിബ്രേഷൻ വരാൻ പോകുന്നു ഇന്നത്തെ ദിവസം. ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ ആഘോഷിക്കേണ്ടി വരും എന്നുള്ളത് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുടെ കൂടെ നിങ്ങൾക്കൊരു മീറ്റപ്പ് അല്ലെങ്കിൽ സെലിബ്രേഷൻ. ഓക്കെ, അതാണ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ കാണുന്നത്. ആൻഡ് ഇവിടെ ടെൻ ഓഫ് സോട്സിൻ്റെ എനർജി ആയിരുന്നു ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തോ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആരുടെങ്കിലും വേർപാടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ആരിൽ നിന്നെങ്കിലും മാറി നിൽക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിനകത്ത് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഇന്ന് ഫീൽ ചെയ്തേക്കാം. അതായത് നിങ്ങൾക്ക് ബാധ്യതകൾ ഏറെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ. മേ ബി ഫാമിലിയിലുള്ള ആ ഒരു ഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ഗൈഡൻസ് വരുന്നത് ആളുകളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആളുകളെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്. സെവൻ ഓഫ് സോട്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. നിങ്ങൾ ആരെങ്കിലുമായിട്ടൊരു തെറ്റിദ്ധാരണയിലുണ്ടെങ്കിൽ, അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ, അത് ഇന്നത്തെ ദിവസം ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വെക്കും എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെ ആര് വേണമെങ്കിലാകാം. ആ ഒരു തെറ്റിദ്ധാരണ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ മാറ്റുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ലൈഫിലൊരു ക്ലാരിറ്റി കിട്ടും. ചില കാര്യങ്ങളിൽ, ചില വ്യക്തികളെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നും ഉണ്ട്. ആൻഡ് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, നിങ്ങൾക്കൊരു ഒറ്റപ്പെട്ട ഫീൽ ഇന്നത്തെ ദിവസം ഉണ്ടാകാം. ഒരു എലോൺ ആയിട്ടിരിക്കുന്ന ഒരു ഫീല്. അത് മൂൺ എനർജി വരുന്നത് കൊണ്ടാണ് അങ്ങനെ. നിങ്ങൾക്ക് ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ കുറേ പേര് ചുറ്റിനുമുണ്ടെങ്കിലും നിങ്ങൾക്കൊരു തൃപ്തിയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആളുകളിൽ നിന്നും എസ്കേപ്പ് ആയി നിൽക്കാൻ അല്ലെങ്കിൽ മാറി നിൽക്കാൻ മാക്സിമം ഇന്ന് ട്രൈ ചെയ്യും എന്ന് കാണുന്നുണ്ട്. നല്ല കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ചുറ്റിനുമുള്ള സിറ്റുവേഷൻ എന്താണോ അതിൽ നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും.
സോ അതുകൊണ്ട് നിങ്ങൾ എസ്കേപ്പായി മാറി നിൽക്കും, നിങ്ങൾക്കൊരു എലോൺ ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളത് ഉണ്ട്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ റിവേഴ്സ്ഡ് ആയിരുന്നു വന്നിട്ടുള്ളത്. സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട് ചെയ്തേക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വെക്കുന്നത്. ഡൗട്ട് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിൽ അവർക്ക് സ്നേഹമുണ്ടോ, അവരുടെ സ്നേഹം ജെനുവൻ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ വരും. അതുകൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് അത് കാണുന്നത്. 7 ഓഫ് വാൻസിന് എനർജി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചാലഞ്ച് എന്തെങ്കിലും ലൈഫിൽ ഇന്ന് വന്നേക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടി വന്നേക്കാം. അതൊരു ചാലഞ്ചാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഓക്കെ, അതെന്തിനാണ് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ചാലഞ്ചുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ വളരെ ആലോചിച്ച് മാത്രം ഡിസിഷൻസ് എടുക്കുക. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ കടന്നു വരുന്നു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കൊരു പാസ്റ്റ് ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു പാസ്റ്റ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഈ ഒരു ലൈഫ് നിങ്ങളിലേക്ക് കടന്നു വരുമ്പം നിങ്ങൾ ആ പാസ്റ്റിനെ മറന്നു പോകും. ബിക്കോസ് അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ എനർജി ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടാൻ പോകുന്നു ഇന്നത്തെ ദിവസം. മേ ബി അത് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആയിരിക്കാം, ജോലി റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം. ഒരു ഗുഡ് ന്യൂസ്, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം നിങ്ങളുടെ ബന്ധങ്ങളിൽ വല്ല ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുകൾ മാറുന്നതായിരിക്കാം. നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പുറനാടുകളിലോ അവിടെയൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുത്ത ആളുകളാണ്, അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോവാണ്. അത് ഇന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിന് എനർജി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി സ്ട്രഗിളിംഗ് ഉള്ള ആളുകൾക്ക് നിങ്ങൾക്കൊരു എവിടെന്നെങ്കിലും ഒരു ഹെൽപ്പിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാതെ തന്നെ തിരിച്ചു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്, മണി എനർജിയാണ്. സോ നിങ്ങൾക്കത് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്നതായിരിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അവിടെ ഒരു സക്സസും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു ചെറിയതായിരിക്കാം നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുന്നത് പോലെ നിങ്ങൾക്കത് കിട്ടും. ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് സോഡിയക് സൈനും ക്ലൂസും നോക്കാം. ടോറസ്, കാപ്രിക്കോൺ, വിർഗോ, ഏരിയസ്, Libra, Virgo again, Scorpio, Aries, Libra, Gemini, Capricorn, Leo, Capricorn again, Aquarius, Libra and Venus. ഇനി ക്ലൂസ് നോക്കാം. ലെറ്റർ ഇ വന്നിട്ടുണ്ട് 22, 29. ലെറ്റർ പി നമ്പർ 1 ക്യൂ വന്നിട്ടുണ്ട് 39. ലെറ്റർ ബി ഇസഡ് 34, 40. ലെറ്റർ എ 19 and 9. ലെറ്റർ എച്ച് 14, 4. 37, 33. Letter O 44. Letter Y
ലെറ്റർ ജെ, എം, ലെറ്റർ എസ് 26, 28. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക.